കർണാടക കുടകിൽ ട്രക്കിങ്ങിന് പോയ മലയാളി യുവതിയെ കാണാനില്ല. കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണ്യയാണ് കാണാതായത്. ശരണ്യക്കായി തെരച്ചിൽ തുടർന്ന് കർണാടക വനം വകുപ്പും പോലീസും. വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട്. മേഘ, ഏതായാലും ഈ മാസം 2-നാണെന്ന് തോന്നുന്നു ശരണ്യ ട്രക്കിങ്ങിനായി പോയത്. ഇപ്പോഴെന്താണ് പോലീസ് വനം വകുപ്പ് പങ്കുവയ്ക്കുന്ന വിവരം? ഏതെങ്കിലും തരത്തിലുള്ള ശുഭകരമായ വിവരങ്ങളുണ്ടോ? മേഘ ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. കർണാടകയിൽ കുടകിൽ ട്രക്കിങ്ങിന് പോയ മലയാളി യുവതിയെ കാണാനില്ല. കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണ്യയാണ് കാണാതായത്. ശരണ്യക്കായി തെരച്ചിൽ തുടരുകയാണ് കർണാടക വനം വകുപ്പും പോലീസും. നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി മേഘ അല്പസമയത്തിനകം ചേരും. മേഘ, എന്താണ് നിലവിൽ നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഒരു ദൃശ്യങ്ങളടക്കം കാണാൻ കഴിയുന്നത്? നിലവിൽ കർണാടക വനം വകുപ്പും കർണാടക പോലീസുമാണ് തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിൽ നിന്ന് ഈ ശരണ്യയുടെ ബന്ധുക്കളടക്കം കുടകിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? സിജു, അതായത് കഴിഞ്ഞ 2-ാം തീയതിയാണ് ശരണ്യ കർണാടകയിലേക്ക് ഇത്തരത്തിൽ ഒരു യാത്ര പോകുന്നത്. അതിനുശേഷം ഈ കുടക് തടിയൻമോൾ കൊടുമുടിയിലേക്കാണ് ട്രക്കിങ്ങിന് പോയത്. 10 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 9 പേരും അപരിചിതരാണ്. അതിനിടെയാണ് ഈ ട്രക്കിങ്ങിനിടെയാണ് ശരണ്യയെ കാണാതാകുന്നത്. കാണാതായിരുന്നതിന് പിന്നാലെ തന്നെ ശരണ്യ താൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തനിക്ക് ഇത്തരത്തിൽ വഴി തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് ഫോൺ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ശരണ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇരിക്കൂർ ഭാഗത്ത്, അതായത് വനത്തിൽ തന്നെ ഇരിക്കൂർ ഭാഗത്ത് വെച്ച് ശരണ്യയുടെ ടവർ ലൊക്കേഷൻ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ സാഹചര്യമാണ് ഉള്ളത്. കർണാടക പോലീസും വനം വകുപ്പും ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നു. ഈ ഇരിക്കൂർ ഭാഗത്ത് വെച്ച് ഈ ടവർ ലൊക്കേഷൻ കണ്ടതിനെ തുടർന്ന് കർണാടക പോലീസ് കോഴിക്കോട് റൂറൽ SP-യെ ബന്ധപ്പെട്ടിരുന്നു. ശരണ്യ വീട്ടിലെത്തിയിരിക്കാം എന്നൊരു സംശയത്തിന്റെ പുറത്താണ് അങ്ങനെ ബന്ധപ്പെട്ടത്. പക്ഷേ വീട്ടുകാർക്കൊന്നും വിവരമുണ്ടായിരുന്നില്ല. 2 ആഴ്ച മുൻപേ തന്നെ ശരണ്യ വീട്ടിൽ നിന്ന് പോയിരുന്നു. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് 31-കാരിയായ ശരണ്യ. ഇതിനു മുൻപേയും ഇത്തരത്തിൽ ഒറ്റയ്ക്ക് യാത്ര പോകുന്ന ശീലമുണ്ട്. മുൻപേയും പോയിരുന്നു. പക്ഷേ ഇത്തവണ, അതായത് കഴിഞ്ഞ 2-ാം തീയതി ഇത്തരത്തിൽ കർണാടകയിലേക്ക് യാത്ര പോയതിന് പിന്നാലെയാണ് ശരണ്യയെ കാണാതാകുന്നത്. കൂടെയുണ്ടായിരുന്ന ആളുകൾക്കൊന്നും പരസ്പരം അറിയാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ശരണ്യ ഒപ്പമുണ്ടായിരുന്ന 10 പേർ, അതിൽ 9 പേരും ശരണ്യയുടെ പരിചയക്കാരായിരുന്നു, അപരിചിതരെന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഏജൻസി വഴിയാണോ ഈ ട്രക്കിങ്ങിന് പോയത്? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അതായത് ഇതൊരു ട്രിപ്പ് ടൂർ പോകുന്ന പോലെയാണ്. വനം വകുപ്പിന്റെ അനുമതി തേടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ സ്ട്രേഞ്ചേഴ്സ് ടൂറൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ വനം വകുപ്പിന്റെ അനുമതി തേടുന്നു. അതിന് പിന്നാലെയാണ് ഈ ഏജൻസി വഴി ആളുകൾ ഒരുമിച്ച് ടൂർ പോകുന്നത്. ഇതിനു മുൻപേയും, അതായത് ഇപ്പോൾ നിലവിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ അപരിചിതരായ ആളുകൾ, യാത്രാപ്രേമികളായ ആളുകൾ ഒരുമിച്ച് യാത്ര പോകുന്ന പാക്കേജ് ഉൾപ്പെടെ നിരവധി ആളുകൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ ഒരു സംഘത്തിന്റെ കൂടെയാണ് ഈ ശരണ്യയും പോയിരുന്നത്. നേരത്തെയും ഇങ്ങനെ, അതായത് അപരിചിതരായ ആളുകൾക്കൊപ്പം പലയിടങ്ങളിൽ ശരണ്യ യാത്ര പോയിട്ടുണ്ട് എന്ന് ശരണ്യയുടെ അച്ഛൻ തന്നെ പറയുന്നു. പക്ഷെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇത് ആദ്യമായാണ്. അതായത് 10 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അതിൽ ഈ 9 ആളുകൾക്കും എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. ഈ ശരണ്യയുടെ കയ്യിൽ താമസിക്കുന്ന ഇടത്തെ ഫോൺ നമ്പർ മാത്രമായിരിക്കാം ഒരു പക്ഷേ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവിടേക്ക് വിളിച്ച്, ഹോട്ടലിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ താൻ വഴി തെറ്റി പോയിട്ടുണ്ട് എന്ന വിവരം ഈ ഹോട്ടലിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് കർണാടക പോലീസിന്റെ കയ്യിലുള്ള വിവരവും. ഏതായാലും കഴിഞ്ഞ 2-ാം തീയതി പോയതിനു പിന്നാലെ കാണാതായതിനു ശേഷം ഊർജിതമായ തെരച്ചിൽ ഈ വനപ്രദേശത്ത് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇതുവരെ മേഘയാണ് കുടകിൽ കാണാതായ മലയാളി യുവതിയെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും യുവതി ട്രക്കിങ്ങിനിടെ വഴിതെറ്റിയതിന് പിന്നാലെ ഹോട്ടലിലേക്ക് വിളിച്ച് വഴിതെറ്റി എന്നുള്ള കാര്യം അറിയിച്ചു. ഏതായാലും വഴിതെറ്റിയതാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഏതായാലും കർണാടക വനം വകുപ്പും പോലീസും സംയുക്തമായ അന്വേഷണം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മേഘ മാധവൻ പങ്കുവച്ചത്.